വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരാദർശത്തിൻ്റെ പാത സ്വീകരിക്കുക, അതിൽ 7 പതിറ്റാണ്ടോളം അതിൽ മുന്നോട്ട് നീങ്ങുക, മാത്രമല്ല സമൂഹത്തിൽ നിരവധി പേർക്ക് വഴികാട്ടിയാവുക നമ്മുടെ സമൂഹത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണത്. അത്തരം പാത സ്വീകരിച്ച് 7 പതിറ്റാണ്ടോളം മുന്നോട്ട് നീങ്ങിയ സംഘപരിവാർ കുടുംബത്തിലെ മുതിർന്ന 2 അംഗങ്ങളാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ശ്രീ പി പരമേശ്വരൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. ശ്രീ ഒ രാജഗോപാൽ BJPയുടെ മുതിർന്ന നേതാവാണ്. എങ്ങനെയാണ് ഈ ഒരു മാർഗത്തിലേക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എത്താനിടയായത്? ഏതാണ്ട് സമാന സ്വഭാവത്തോടുകൂടിയ പല മഹാന്മാരുടെയും സ്വാധീനം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ പശ്ചാത്തലത്തിൽ സ്വാമി ചിന്മയാനന്ദജിയുടെ ചിത്രം, സ്വാമി ചിന്മയാനന്ദജിയുടെ ശതാബ്ദി ആഘോഷമാണ് ഈ വർഷത്തിൽ. ചിന്മയാനന്ദ സ്വാമിജി വളരെയധികം സ്വാധീനം ഞങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ കാലയളവിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ. സാംസ്കാരിക ആത്മീയ മേഖലകളിലായിരുന്നു അധികം. മാതാ അമൃതാനന്ദമയി ദേവി, പൂജ്യ ശ്രീ ഗുരുജി, ഇതിൻ്റെ എല്ലാം പിന്നിൽ സ്വാമി വിവേകാനന്ദൻ. ഈ സ്വാധീനങ്ങളാണ് വാസ്തവത്തിൽ പൊതുരംഗത്ത് നൈരന്തര്യത്തോടുകൂടിയും പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ളത്. പ്രാക്ടീസ് 56 പാലക്കാട് ആരംഭിക്കുമ്പോൾ അതിൽ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ സീനിയർ കൃഷ്ണൻകുട്ടി അച്ഛൻ അവിടെ NSSൻ്റെ തലവനായിട്ടുള്ള ശ്രീ മന്നത്ത് പത്മനാഭൻ പാലക്കാട് സന്ദർശിക്കുകയും, അപ്പോൾ അദ്ദേഹം കുറേ പ്രമുഖരെ വിളിച്ചു. ഇദ്ദേഹം അതിൻ്റെ ലീഡറാണ്, ലീഡിങ് ബാർ അസോസിയേഷനിൽ പ്രമുഖനായ അഭിഭാഷകനായിരുന്നു എൻ്റെ ലീഡർ. അതിലദ്ദേഹം പറഞ്ഞിരുന്നു, ഈ നമുക്കിപ്പോൾ പഠിക്കാനും ഒരു ജോലി സാമാന്യം നല്ലൊരു സമൂഹത്തിൽ സ്ഥാനം കിട്ടാനൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഭാഗ്യം ദൈവാനുഗ്രഹം കൊണ്ട്. പക്ഷെ നമുക്കതിനൊരു കടപ്പാടുണ്ട്, സമൂഹത്തിനോട് കടപ്പാടുണ്ട്. അത് ചെയ്യാത്തവർ വലിയ തെറ്റാണ് ചെയ്യണത് എന്നൊരു പറഞ്ഞത് എന്നെ കൂടി വളരെ സ്പർശിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിലയ്ക്കായി ഞാൻ പാലക്കാടൊക്കെ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ലോ കോളേജിലൊക്കെ പഠിച്ച് അവിടുത്തെ അന്തരീക്ഷത്തിൽ അന്ന് ഒരു ഇടതുപക്ഷ അനുകൂല ചിന്താഗതിയാണ്. കോൺഗ്രസ് കറപ്റ്റായി പോയിരിക്കുന്നത്, അധികാരം വന്ന ഉടനെ തന്നെ കറപ്ഷനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മാറി വേറൊന്നുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പല ആശയങ്ങളുമൊക്കെ തന്നെ അങ്ങനെ ഒരു ആകൃഷ്ടരായിട്ടിരിക്കുന്ന യുവങ്ങളിലല്ലോ അതിൽപ്പെട്ടിരുന്ന ആളായിരുന്നു ഞാൻ. അതൊന്നും വഴിമാറി വരാൻ ഇടയാക്കിയിട്ടുള്ളത് ശ്രീ മന്നത്ത് പത്മനാഭൻ്റെയും ചിന്മയാനന്ദ സ്വാമിജി മുഖാന്തരം ഗുരുജിയെ പറ്റിയിട്ടും സംഘത്തിനെ പറ്റിയും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണകൾ തെറ്റാണ് എന്ന് അനുഭവത്തിൽ നിന്ന് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് അതിൻ്റെ തുടക്കത്തിനുള്ള കാരണം. അതിനിടയ്ക്ക് വേറൊരു സാഹചര്യം ഉണ്ടായത്, ഞാൻ സംഘത്തിൻ്റെ പ്രചാരകൻ ആണ്. എങ്കിലും ആ സമയത്ത് ജനസംഘത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ നിയുക്തനായി 58. അങ്ങനെ ജനസംഘത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായി. അങ്ങനെ ദീൻദയാൽജി കേരളത്തിൽ വന്ന സമയത്ത് പാലക്കാട് സന്ദർശിച്ചു. ഞാൻ ഓർമ്മിക്കുന്നത്, അന്ന് പാലക്കാട് നടന്ന ജനസംഘ ഓഫീസിലെ മീറ്റിങ്ങിൽ ദീൻദയാൽജി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ രാജേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പരമേശ്വരജിയെ ആദ്യം കാണുന്നത്. ദീൻദയാൽജി സംസാരിച്ചു കഴിഞ്ഞ് രാജേട്ടന് ചോദിക്കാനുണ്ടായിരുന്നത് ജനസംഘത്തിൻ്റെ കർഷക നയത്തെ പറ്റിയായിരുന്നു. അതിൽ ദീൻദയാൽജി നൽകിയ സമാധാനങ്ങൾ വളരെ തൃപ്തികരമായി തോന്നിയതിന് ശേഷമാണ് രാജേട്ടൻ ജനസംഘത്തിലേക്ക് വരാനും. അത് ജനസംഘത്തിൽ വരുന്നതിന് മുമ്പും ഒരു സംഗതി ഉണ്ടായി. അന്ന് ജനസംഘത്തിൻ്റെ സംസ്ഥാന പ്രവർത്തകരുടെ 5 ദിവസത്തെ ക്യാമ്പ് കോഴിക്കോടുണ്ടായിരുന്നു 1960 മെയ് മാസത്തിലോ മറ്റേ. അതിൽ ദീൻദയാൽജി മുഴുവൻ ദിവസങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ 5 ദിവസവും കൂടെ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നതിലേക്ക് വിളിച്ചു. ഞാൻ ഏതായാലും മനസ്സിലാക്കാനുള്ള താല്പര്യത്തിൽ പോയി. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രഭാഷണം
ഭാരതീയ ജീവിത മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനം, രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന ഒരു സമീപനം, അത് തികച്ചും പുതുമയുള്ളതാണെന്ന് തോന്നി. അപ്പോൾ നിത്യവും ധാരാളം ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അന്നാണ് പരമേശ്വരി മുഴുവൻ, ഞങ്ങൾ 5 ദിവസം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പല പല സമരങ്ങളും ജനസംഘം നടത്തിയിട്ടുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ചരിത്ര സംഭവം എന്ന് പറയാവുന്നത് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരമായിരുന്നു. മലപ്പുറം ജില്ല രൂപീകരിക്കാൻ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനിച്ചു. അത് വളരെ അപകടകരമാണ് എന്നുള്ള വ്യക്തമായ ബോധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന് എതിരായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ആദ്യത്തെ യോഗം തിരൂരിൽ വെച്ചാണ് നടന്നത്. പഴയൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കുട്ടിശങ്കര മേനോൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്ന ആ യോഗത്തിൽ കേളപ്പജി ആണ് നേതൃത്വം നൽകിയത്. കോഴിക്കോട് നടന്നിരുന്ന എല്ലാ ദിവസവും നടന്നിരുന്ന സമരത്തിൽ രാജേട്ടൻ മുഖ്യമായിട്ടും പങ്കെടുത്തുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ആ സമരം അഖില കേരള വ്യാപകമായി. തിരുവനന്തപുരത്ത് വെച്ച് വളരെ വലിയൊരു ഓൾ ഇന്ത്യ പ്രക്ഷോഭം തന്നെ നടന്നു. അടൽ ബിഹാരി വാജ്പേയി വന്നിരുന്നു, ഇവിടെ വെച്ച് വാജ്പേയി സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ സമരരംഗത്തേക്ക് വന്നു. അതിനെ തുടർന്ന് കേരളത്തിൽ കോഴിക്കോട് വെച്ച് ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നു. വളരെ പ്രതീക്ഷകൾ ഉയർത്തിയ, ആ പ്രതീക്ഷകൾക്കൊത്തുയർന്ന ഒരു വലിയ സമ്മേളനമായിരുന്നു. അന്നും EMS നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി. റേഷനുള്ള കാലമാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട്, ഞാനന്ന് കേരളത്തിലെ സംഘടനാ സെക്രട്ടറിയാണ്, ഈ പ്രതിനിധികൾക്ക് ഭക്ഷണത്തിനുള്ള റേഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. സ്ട്രിക്റ്റായിട്ട് റേഷൻ നടപ്പാക്കിയിരുന്ന സമയമായിരുന്നു അത്. എത്ര പേരുണ്ടാവും ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറഞ്ഞൊരു 5000 ആളുകൾ. ഇങ്ങനെ 5000 ആളുകൾ അതൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ തോതിൽ എന്തോ. പിന്നെ നമ്മൾ നിർദ്ദേശം കൊടുത്തു, വരുന്നവരെല്ലാം അവരുടെ റേഷൻ കൊണ്ടുവരണമെന്ന്. അങ്ങനെയാണ് ആ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ച് അതിൽ ദീൻദയാൽ ഉപാധ്യായ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ എന്നെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി. എന്നെ നാഷണൽ കമ്മിറ്റിയിൽ മെമ്പറുമാക്കി. അതിനുശേഷം 41ാമത്തെ ദിവസം ദീൻദയാൽ ഉപാധ്യായ വധിക്കപ്പെട്ടു മുഗൾ സരായ് സ്റ്റേഷനിൽ. അന്നു മുതലാണ് രാജേട്ടൻ ഇനി ഇത് മറ്റു പണി ഉപേക്ഷിച്ചിട്ട് ജനസംഘത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ പൂർണ്ണസമയ പ്രവർത്തകനായി മാറിയതും പടിപടിയായി ഉത്തരവാദിത്വങ്ങളും എല്ലാം. അതും കുടുംബസ്ഥനായ ശേഷമാണ് രാജേട്ടൻ മുഴുവൻ സമയ പ്രവർത്തകനാകുന്നത്. അതെ, അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസും ഈ പൊതുപ്രവർത്തനവും കൂടി യോജിച്ചു കൊണ്ടുപോകുന്ന പരീക്ഷണം നടത്തിയ കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അതിന് ശേഷമാണ് ദീൻദയാൽജി അഖിലേന്ത്യാ സമ്മേളനം നടന്നപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നു. അതിൻ്റെ കളക്ഷനും അതിൻ്റെ മറ്റേ ഒരുക്കുമാനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെട്ടപ്പോഴാണ് അതിൻ്റെ അനുശോചന യോഗം നടന്ന പൊതുസമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് ഈ വക്കീൽ പണി ഉപേക്ഷിച്ചിട്ട് മുഴുവൻ സമയവും പ്രവർത്തകനായി അതിനുവേണ്ടി ഇറങ്ങാനായിട്ട് ഇടയായത്. വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കവിതകളൊക്കെ എഴുതുമായിരുന്നു. വയലാറിനൊപ്പം കവിതാ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനം നേടിയിട്ടുണ്ട്. അപ്പം ഈ വിദ്യാഭ്യാസ കാലത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ആദ്യമായിട്ട് എപ്പോഴാണ് കവിത ഏത് കവിത എഴുതിയതെന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷെ ഞാനും വയലാറും ഒരുമിച്ച് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ. അദ്ദേഹം വയലാറിൽ നിന്ന് വരണം, ഞാൻ മുഹമ്മയിൽ നിന്ന് പോകണം. 2 വിരുദ്ധ ദിശകളിൽ നിന്ന് വന്ന് സ്കൂളിൽ ഒരുമിച്ച് കൂട്ടിമുട്ടുകയാണ്. ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാനും വായിക്കാറുണ്ട്. അപ്പോൾ ഒരു കവിതാ മത്സരം ഉണ്ടായത്, ഞങ്ങൾ 2 പേരും വേമ്പനാട് കായലിൻ്റെ തീരത്ത് വസിക്കുന്നവരാണ്, 2 സ്ഥലത്താണെങ്കിലും. അപ്പോൾ കോള് കൊണ്ട വേമ്പനാടൻ എന്നുള്ള വിഷയമാണ് കവിതയ്ക്ക് തന്നത്. അതിൽ എന്തുകൊണ്ടോ ഒരു നറുക്ക് വീണത് 1ാം സമ്മാനം എനിക്ക് കിട്ടി. അതുകൊണ്ട് വയലാറിനേക്കാൾ നല്ല കവിയാണെന്ന് ഞാൻ അതിനർത്ഥമൊന്നുമില്ല. അതങ്ങനെ ഒരു നറുക്ക് വീണതാണ്. പിന്നെ ഞങ്ങൾ 2 ദിശകളിൽ പോയി.
അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ പഠിത്തം നിർത്തേണ്ടി വന്നു. 5th ഫോം വരെ പഠിച്ചിട്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിക്കാൻ വന്നു. അതിനുശേഷം ഇവിടെ ഓണേഴ്സ് കോഴ്സിന് ചേരാൻ വേണ്ടി ഇവിടെ വന്നു. ഇതിനിടയ്ക്ക് കുറേയൊക്കെ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്, ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തനത്തിലല്ലായിരുന്നെങ്കിൽ സാഹിത്യശാഖയിലെ കവിതാ രംഗത്ത് കൂടുതൽ മുന്നോട്ട് പോകാൻ ഇപ്പോഴും അറിയാതെ ചിലപ്പോഴൊക്കെ എഴുതി പോകാറുണ്ട്. പക്ഷെ ആ വാസന അതിനെ വളർന്ന് പുഷ്പിക്കാൻ സാധിച്ചില്ല. പ്രവർത്തനം മറ്റു മേഖലകളിൽ, സംഘടനാ പ്രവർത്തനത്തിലും വൈചാരിക മേഖലയിലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് EMSുമായിട്ടുള്ള സംവാദങ്ങളും അതെല്ലാം കേരളത്തിലെ ഈ പൊതുരംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസത്തെ നേരിടാൻ ഉള്ള ആദ്യത്തെ ശ്രമം വാസ്തവത്തിൽ കേരളത്തിൽ അതായിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് സംവാദങ്ങളേ ഇല്ല, ആശയസംവാദമില്ല, വിവാദമില്ല, അപവാദങ്ങൾ മാത്രമേ ഉള്ളൂ. അപവാദ വ്യവസായങ്ങൾ മാത്രമേ കേരളത്തിൽ. ഈ പോക്ക് വളരെ നിർഭാഗ്യകരമാണ്. EMSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് സംവദിക്കുന്ന ഒരു ആനന്ദകരമായ അനുഭവമായിരുന്നു. ഒന്ന്, അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടിരുന്നു.